സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ കാർഡിന്റെ വിതരണം പുതിയ അധ്യയന വർഷം മുതൽ ലീഡ് ആപ്ലിക്കേഷനിലൂടെ ആയിരിക്കുമെന്ന് സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിൽ തീരുമാനം. സർക്കാർ ഉത്തരവ് പ്രകാരമല്ലാത്ത രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള കാർഡുകളും അംഗീകരിക്കുകയില്ല. ജില്ലയിൽ വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ, യാത്രാ ബുദ്ധിമുട്ടുകൾ, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ ആവശ്യങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ADM ഇൻചാർജും LR ഡെപ്യൂട്ടി കളക്ടറുമായ S. ശ്രീജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ലീഡ്സ് ആപ്ലിക്കേഷൻ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിനായി RTOയെ ചുമതലപ്പെടുത്തും. സർക്കാർ ഉത്തരവ് പ്രകാരമല്ലാത്ത രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള കാർഡും അംഗീകരിക്കില്ല. ജൂൺ 30-നകം കൺസെഷൻ കാർഡുകളുടെ വിതരണം പൂർത്തീകരിക്കണമെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ നിരക്ക് പ്രദർശിപ്പിക്കണമെന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ആവശ്യപ്പെട്ടു. സ്കൂൾ വിടുന്ന സമയം ബസ് സ്റ്റാൻഡുകളിൽ പോലീസ് ഇടപെടൽ വേണം, 6 ദിവസത്തിനകം റിവ്യൂ മീറ്റിംഗ് സംഘടിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ മുന്നോട്ട് വെച്ചു. ജില്ലയിലെ മുഴുവൻ സബ് RTO ഓഫീസുകളിലും മീറ്റിംഗ് സംഘടിപ്പിക്കുക, പ്രൈവറ്റ് ബസ് തൊഴിലാളികൾക്കെതിരെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നുമുണ്ടാവുന്ന പരാതിയുടെ നിജസ്ഥിതി പരിശോധിച്ച് മാത്രം നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു. ADMന്റെ ചേംബറിൽ നടന്ന യോഗത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PG പ്രവീൺ കുമാർ, ജോയിന്റ് RTO ഒമാർ, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ്, KSRTC ഉദ്യോഗസ്ഥർ, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.